ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പ്രീവിയസ് ഇയറിൽ വന്ന ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. രാഘവൻ ഈസ് എ ഫാമർ പ്രാക്ടീസിങ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഫാമിംഗ് യൂസിങ് ബയോമാനുവർ, പ്ലഫിംഗ് ദ ഫീൽഡ് യൂസിങ് കാറ്റൽ എക്സെട്ര. ഇപ്പം രാഘവൻ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ കൃഷി നടത്തുന്ന ഒരാളാണ്. ലിസ്റ്റ് ഔട്ട് ദ ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് രാഘവൻ മെയ്ഡ് യൂസ് ഓഫ്, ഓൾസോ ഡിഫൈൻ നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ എന്തൊക്കെയാണ് രാഘവൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ്, അതേപോലെ തന്നെ എന്താണ് നാച്ചുറൽ റിസോഴ്സസ്, ഇതിനെ പറ്റിയിട്ട് ഡിഫൈൻ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഘവൻ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ട്രീ, കാറ്റൽസ്, വാട്ടർ എക്സെട്ര. ഇതൊക്കെ ആയിരിക്കും രാഘവൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ റിസോഴ്സ്, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന. ദ തിങ്സ് ഡയറക്ട്ലി ഒബ്റ്റൈൻഡ് ഫ്രം നേച്ചർ ആർ യൂസ്ഫുൾ ടു മാൻ ആർ കോൾഡ് നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് നേച്ചറിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതും മനുഷ്യന് ഉപകാരമുള്ളതുമായിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിസോഴ്സസ് എന്ന് പറയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Make inferences by analyzing the statement. We have learned the resources from future generation. Also suggest 5 measures of resource conservation. അതായത് നമ്മൾ ഫ്യൂച്ചർ ജനറേഷനുള്ള റിസോഴ്സ് കൂടിയും കടമെടുത്തിരിക്കുകയാണ് എന്ന് പറയാൻ കാരണം എന്ത്? ഇനി റിസോഴ്സ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉള്ള വിഭവങ്ങളെ, റിസോഴ്സസിനെ നമ്മൾ സംരക്ഷിക്കുക. അതിന് നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഇത്. ഈ ചോദ്യം തന്നെ പല രീതിയിൽ വരാം. ഓക്കെ, nowadays people use the resources that are required for future generation is also used on need basis. They will be sufficient forever. We have learned the resources from future result of our extravagance. Try the activities that school children can do to reduce that energy consumption. എനർജി കൺസംഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. മിനിമം ദ യൂസ് ഓഫ് ഫാൻസ് ആൻഡ് ലൈറ്റ്. ഫാനും ലൈറ്റ് പരമാവധി കുറച്ച് ഉപയോഗിക്കുക. യൂസ് ബെറ്റർ ക്വാളിറ്റി ഇലക്ട്രിക് അപ്ലയൻസ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഉപയോഗിക്കുക. യൂസ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ബൾബ്സ്. ഫിലമെൻറ്റ് ബൾബ് ഉപയോഗിക്കുന്നതിന് പകരം LED ബൾബ് ഉപയോഗിക്കുക. അയൺ ദ ക്ലോത്ത് അറ്റ് എ ടൈം ആസ് എ ബഞ്ച്. കൂട്ടമായിട്ട് ഒന്നൊന്നായിട്ട് ഇസ്തിരിയിടാതെ അയൺ ചെയ്യാണ്ട് ഒന്നായിട്ട് അയൺ ചെയ്യുക. ഇനി അടുത്തതാണ് വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, വാട്ട് ആർ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. 12ാമത്തെ ചാപ്റ്റർ ഗിഫ്റ്റ് ഓഫ് നേച്ചറിനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്മെൻറ്റ് ദാറ്റ് മീൻസ് ദ നീഡ്സ് ഓഫ് എ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു ഫുൾഫിൽ ദെയർ നീഡ് ഈസ് ടേംഡ് ആസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ദാറ്റ് മീൻസ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ്, അതായത് ഇന്നത്തെ നമ്മുടെ നീഡ്സ്, ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുക. വിത്തൗട്ട് കോംപ്രമൈസിങ് ദ റൈറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. ഭാവിയിലേക്കുള്ളത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ്ട് ഇന്നത്തെ നമ്മളെ നീഡ്സൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനുള്ള വാട്ട് ആർ ദ മീൻസ്? അതിനുള്ള മീൻസ് അതൊക്കെയാണ്. റീസൈക്കിൾ, നമ്മൾ പുനരുപയോഗിക്കുക. ആൻഡ് റീയൂസ്, വീണ്ടും ഉപയോഗിക്കുക. ഓഫ് റിസോഴ്സസ് ആസ് വെൽ റെഡ്യൂസിങ് ദ യൂസ് ആർ മീൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാനുള്ള വഴികളാണ് ഇതൊക്കെ, റീസൈക്ലിംഗ് ആൻഡ് റീയൂസിങ്. ഇനി അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോ ഡെമിനിഷ്യസ് ക്വാണ്ടിറ്റി ഹാസ് എ റിസൾട്ട് ഓഫ് കൺസംഷൻ. ദീസ് ആർ ഫോംഡ് അഗെയിൻ ആസ് എ റിസൾട്ട് ഓഫ് നാച്ചുറൽ ഫിനോമിന. അപ്പം എന്താണ്? ഉപയോഗിക്കുന്തോറും ഇങ്ങനെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. വിൻഡ്, വാട്ടർ, സൺലൈറ്റ്, ഫോറസ്റ്റ്, സോയിൽ, ഇതൊന്നും തീരുന്നില്ല അല്ലേ? അതേസമയം നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് കൺസംഷൻ. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീരുകയാണ്. അതിനെയാണ് നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. കോൾ, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം, അയൺ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി വാട്ട് ആർ ദ റീസൺ ഫോർ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ്? ഇനി റിസോഴ്സസ് നശിച്ചു പോവുക, അതിനെന്താണ് പറയുക? അതെന്താണ്? ഡിക്രീസ് ഇൻ ദ അവൈലബിലിറ്റി ആൻഡ് ഡിറ്റീരിയേഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് റിസോഴ്സസ് ഡ്യൂ ടു റെക്ലെസ് യൂസേജ് ഈസ് കോൾഡ് റിസോഴ്സ് ഡിപ്ലീഷൻ. റിസോഴ്സ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത് എന്താണ്? റെക്ലെസ് ആയിട്ടുള്ള തുടർച്ചയായ ഉപയോഗം കൊണ്ട് റിസോഴ്സിന് ഉണ്ടാകുന്ന കുറവ്, അതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ദിസ് റിസൾട്ട് ഇൻ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ചേഞ്ചസ് ഇൻ എൻവയോൺമെൻറ്റ്. ഇനി സജസ്റ്റ് മെത്തേഡ്സ് ഫോർ റിസോഴ്സ് കൺസർവേഷൻ. ഈ റിസോഴ്സ് കൺസേർവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം?
പ്ലാന്റ് ട്രീസ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മരങ്ങൾ വെച്ച് നടിപ്പിക്കുക. യൂസ് ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ കിച്ചൺ ഫോർ പ്ലാന്റ്സ്. അപ്പോൾ കിച്ചണിലുള്ള വേസ്റ്റ് വാട്ടർ നമ്മൾ ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കുക. മേക്ക് ദ മാക്സിമം യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് സച്ച് സോളാർ എനർജി, വിൻഡ് എനർജി എക്സെട്ര. നമ്മൾ അധികവും സൂര്യനിൽ നിന്നുള്ള സോളാർ പാനൽ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ട് മാക്സിമം എനർജി സോഴ്സിനെ, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിനെ യൂസ് ചെയ്യാം. ടേക്ക് സ്റ്റെപ്സ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. മഴക്കുഴികൾ ഉണ്ടാക്കുക. യൂസ് ക്ലോത്ത് ബാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗിന് പകരം തുണി ബാഗ് ഉപയോഗിക്കുക. റൈറ്റ്. ഇനി അടുത്ത ചാപ്റ്റർ, അതിൻ്റെ തൊട്ട് പുറകെയുള്ള ചാപ്റ്ററിലാണ് 11ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. റൈറ്റ് നോട്ട് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ട്രൈബൽ സൊസൈറ്റി. ട്രൈബൽ സൊസൈറ്റീൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് എഴുതാനാണ്. ദ പ്ലേസ് വെർ ട്രൈബൽ പീപ്പിൾ ലിവ് ടുഗദർ നോൺ ആസ് ഊര്. ഈ ട്രൈബൽ പീപ്പിൾസൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആ സ്ഥലത്തെ എന്താ പറയാന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഊര്. ദ പ്ലേസ് വെർ ദ ട്രൈബൽ ലിവ് ടുഗദർ നോൺ ആസ് ഊര്. ഈച്ച് ഊര് ഹാസ് എ ലീഡർ. പീപ്പിൾ റെസ്പെക്റ്റീവ്ലി കോൾ ദം ഊര് മൂപ്പൻ. അപ്പോൾ ഓരോ ഊരിനും എന്തുണ്ട്? ഒരു ലീഡർ ഉണ്ട്. ആ ലീഡറിനെ നമ്മൾ എന്ത് പറയും? ഊര് മൂപ്പൻ എന്ന് പറയും. ദ മൂപ്പൻ ഓർ എ ഗ്രൂപ്പ് ഓഫ് സീനിയർ മെമ്പേഴ്സ് ഇൻക്ലൂഡിങ് ദ മൂപ്പൻ ലുക്ക് ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഊരു. അപ്പോൾ ഈ ഊരിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേഷനും ഭരണകാര്യങ്ങളും ആരാണ് നോക്കുന്നത്? മൂപ്പന് അല്ലെങ്കിൽ മുതിർന്ന മെമ്പേഴ്സും ആണ് ഈ കാര്യങ്ങളൊക്കെ, ഭരണകാര്യങ്ങളൊക്കെ ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. either the മൂപ്പൻ or elderly group will have the supreme power in taking decision on matters like marriage, other disputes, custom, rituals. കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളും ആചാരങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആരായിരിക്കും? ഒരു മൂപ്പൻസ് ആയിരിക്കും. ഇനി അടുത്തത് എൻലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ സൊസൈറ്റി. റൂറൽ സൊസൈറ്റിയുടെ പ്രത്യേകത, അതേപോലെ അർബൻ സൊസൈറ്റിയുടെ പ്രത്യേകതയൊക്കെ 2-3 പ്രത്യേകത പഠിച്ചു വെക്കുക. പീപ്പിൾ ഓഫ് റൂറൽ ഏരിയാസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് നോ ഈച്ച് അതർ. ഇപ്പോൾ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവർക്ക് അറിയാം. ക്ലോത്ത്സ് ആർ സിമ്പിൾ. അവരുടെ വസ്ത്രധാരണമൊക്കെ വളരെ സിമ്പിളായിരിക്കും. അഗ്രികൾച്ചർ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓക്യുപ്പേഷൻ ഓഫ് ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റീസ്. ഇവരുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത് കൃഷിയും കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും. കാറ്ററിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദെയർ മീൻസ് ഓഫ് ലിവിങ്. അവരുടെ ജീവിതോപാധി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് കാറ്ററിങ്ങും അതേപോലെ തന്നെ കന്നുകാലി വളർത്തലും അതേപോലെ ഹാൻഡിക്രാഫ്റ്റ്സ് കരകൗശലങ്ങളുമാണ്. ഇതൊക്കെയാണ് റൂറൽ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ. റൈറ്റ് ദ നെയിം ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി ഇൻ കേരള. ട്രൈബൽ കമ്മ്യൂണിറ്റി സോഷ്യൽ ലൈഫ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം അതർ കമ്മ്യൂണിറ്റീസ്. റൈറ്റ് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഏതെങ്കിലും ഒരു പേര് എഴുതാനാണ്. മലയരേഹാൻ നമുക്ക് എഴുതാം. ഇനി എന്തെങ്കിലും പ്രത്യേകത എഴുതാനാണ്. ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ഹാവ് ദെയർ ഓൺ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ലാംഗ്വേജും അതേപോലെ കൾച്ചറും ഉണ്ട്. ഡയലക്റ്റ് ലിപികളൊന്നുമില്ല. ട്രൈബൽ സൊസൈറ്റീസ് ഹാവ് ദെയർ ഓൺ ആർട്ട് ഫോംസ്, കസ്റ്റം ആൻഡ് റിച്വൽസ്. അവർക്ക് അവരുടേതായിട്ടുള്ള ആർട്ട് ഫോം, കലാരൂപങ്ങളുണ്ട്. ട്രൈബൽ സൊസൈറ്റീസ് ഹാവ് ദെയർ ഓൺ സ്പിയർ ഓഫ് അതോറിറ്റീസ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ചാപ്റ്ററിലാണ്. ദ ക്ലൈമറ്റ് ആൻഡ് ഫ്ലോറ ആൻഡ് ഫോണ ഇൻ ഡിസേർട്സ് ഹാവ് ഇറ്റ്സ് ഓൺ ഇന്നേറ്റ് ഫീച്ചേഴ്സ്. എ ഫ്രൂട്ട് വിച്ച് ഗ്രോസ് ഇൻ ഡിസേർട്ട് കോമൺലി അവൈലബിൾ ഇൻ കേരള. നെയിം ദ ഫ്രൂട്ട്. മരുഭൂമി കിട്ടുന്ന ഒരു ഫ്രൂട്ട് കേരളത്തിൽ സാധാരണമായി നാം കാണുന്നു. അതേതാണ്? ഡേറ്റ്സ് ആണ്. ഇനി അടുത്ത വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വെജിറ്റേഷൻ ഇൻ ഡിസേർട്ട്. ഡിസ്ക്രൈബ് ദ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻ ഡിസേർട്ട്. അപ്പോൾ എന്താണ് ക്ലൈമറ്റിക് ഫീച്ചേഴ്സ്? ഡെസേർട്ടിലെ ക്ലൈമറ്റിക് ഫീച്ചേഴ്സ് എന്തായിരിക്കും? സമ്മേഴ്സ് ആർ വെരി ഹോട്ട് ബട്ട് വെരി ലോ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് ഇൻ വിൻറ്റേഴ്സ്. ദോ ദ ഡേ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ, നൈറ്റ്സ് ആർ കൂൾ ഹിയർ. ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഈസ് വെരി ലെസ് ദർ. ഇനി അടുത്ത ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 10 degree നോർത്ത് ആൻഡ് 10 degree സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൻസ്. ഫുഡ്, ഷെൽട്ടർ, ഡ്രസ്സിങ്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നോട്ട് എഴുതാനാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആനിമൽസ് ബിലോങ് ടു ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇതിൽ ഏതൊക്കെയാണ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഉള്ളത്? ഒറാങ്ങുട്ടൻ, ക്യാമ, റെയിൻഡിയർ, റിസാർട്സ്. ശരിയായ ഉത്തരം ഏതാണ്?
ഒറാങ്കൂട്ടൻ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഫുഡ് എന്താണ്? ഇക്വറ്റോറിയൽ റീജിയനിലെ ഫുഡ് കസാവയാണ്. കസാവ is the staple food of pygmies. They also eat 100 meats and gathered fruits. ഷെൽട്ടർ എന്താണ്? അവരുടെ താമസം. They build semicircular houses out of branches of trees and broad leaves. ഡ്രസ്സിങ് എന്താണ്? They often wear deer skin or leaves as clothes. മാനിൻ്റെ തോല് അല്ലെങ്കിൽ എന്താണ് ഇലകളാണ് അവർ ക്ലോത്ത്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ കോൺട്രിബ്യൂട്ട് എ ലോട്ട് ടു ദ സ്കൾപ്ചേഴ്സ് ആൻഡ് ആർക്കിടെക്ചർ. ഈവൻ നൗ ദേ ആർ സിംബിൾസ് ഓഫ് റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചറൽ ട്രഡീഷൻ ഇൻ കേരള. In India, name the two most significant moments in the field of literature at that time. ആ സമയത്തുള്ള അതായത് മിഡീവൽ പീരീഡിലുള്ള രണ്ട് ലിറ്ററേച്ചർ മൂവ്മെൻറ്റിൻ്റെ പേര് എഴുതാനാണ്. ദ ഭക്തി മൂവ്മെൻറ്റ് ആൻഡ് സൂഫി മൂവ്മെൻറ്റ്. ഇനി അടുത്ത വാട്ട് വർ ദ സം ഓഫ് ദ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ ദ പോയംസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്തുള്ള എഴുതിയിരുന്ന പോയംസിൻ്റെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു എന്നും. ദ പോയറ്റ് ഓഫ് എ ഭക്തി മൂവ്മെൻറ്റ് റോട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരുന്നു അവർ പോയമൊക്കെ എഴുതിയിരുന്നത്. മലയാളം ഈസ് ഓൾസോ എ ലാംഗ്വേജ് വിച്ച് ഈസ് ഡെവലപ്ഡ് ത്രൂ ദിസ് മൂവ്മെൻറ്റ്. നെയിം ദ ഫേമസ് പോയറ്റ് ഹു ഈസ് ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? എഴുത്തച്ഛനാണ്. നെയിം എനി വൺ ഓഫ് ഹിസ് മേജർ വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രധാന കൃതി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അധ്യാത്മ രാമായണം. ഇനി അടുത്ത നോക്കും. 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. A new style of architecture developed during the Sultanate period, saying some construction in the Sultanate Mughal period are given below. Identify the construction and write the names. Name the style of architecture developed during Sultanate Mughal period. Write 2 features of this style. അപ്പോൾ ആദ്യത്തെ എന്താണ്? ആദ്യത്തെ കുത്തബ് മിനാറാണ്. രണ്ടാമത്തെ താജ്മഹലാണ്. ഹുമയൂൺ ടോംബ് എന്താണ്? ഹുമയൂൺ ടോംബ് എന്തൊക്കെയാണ്? കുത്തബ് മിനാർ, താജ്മഹൽ, ഹുമയൂൺസ് ടോംബാണ്. നെയിം ദ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഈ സ്റ്റൈൽ ആർക്കിടെക്ചറിന് എന്താ പറയുക? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നാണ് പറയുക. ഇതിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ദ വാസ്റ്റ് ഇന്നർ ഹാൾ ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് കൺസ്ട്രക്ഷൻ. വിശാലമായ ഹാളുകളാണ്. The real tombs are situated in the ground floor chamber. In addition to these features, in the surrounding of these monuments, they've made beautiful gardens. എല്ലാ ബിൽഡിങ്ങിൻ്റെയും മുന്നിൽ എന്തായിരിക്കും? നല്ല ഗാർഡൻ ഉണ്ടാവും. ആർട്സ്, ഡോംസ്, മിനാററ്റ്സ്, ടവേഴ്സ് ആൻഡ് ബാൽക്കണീസ് were the notable common features of this style. അപ്പോൾ ഏതെങ്കിലും 2 സ്റ്റൈൽസൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ക്ലൈമാറ്റിക് റീജിയൻ പോസസ് ദ യുണീക്ക് ക്യാരക്ടർ ഹാസ് ദ ക്രൈച്ചേഴ്സ് ഗിവൺ ബിലോ ഇൻ ദെയർ റെസ്പെക്റ്റീവ് ക്ലൈമാറ്റിക് റീജിയൻ. ഇവിടെ ക്ലൈമാറ്റിക് റീജിയൻ തന്നിട്ടുണ്ട്. കുറച്ച് ആനിമൽസിൻ്റെ പേരും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതിലാണ് ഉള്ളതെന്ന് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഏതൊക്കെയാണ് കാണുക? ഹോൺബില്ലും ഒറാങ്ടൂട്ടനും ആണ്. എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനിൽ കാണുന്നത്? എന്താണ്? ഹോൺബില്ലും ഒറാങ്കൂട്ടനുമാണ്. ഹോട്ട് ഡെസേർട്ടിൽ എന്താണ് കാണുന്നത്? ക്യാമലും സ്കോർപ്പിയനും ആണ് കാണുന്നത്. തുന്ദ്ര റീജിയനിൽ കാണുന്നത് എന്തൊക്കെയാണ്? റെയിൻഡിയർ ആൻഡ് പോളാർ ബിയർ ആണ്. ഓക്കെ. ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയനിൽ കാണുന്നത് ഹോൺബില്ലും ഒറാങ്കൂട്ടനുമാണ്. ഇത് ഡെസേർട്ടിൽ കാണുന്നതാണ്. ലാസ്റ്റ് വൺ തുന്ദ്ര റീജിയനിൽ കാണുന്നതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഒയാസിസ് ഇൻക്ലൂഡിങ് ഇസ് ഫീച്ചേഴ്സ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരുഭൂമിയിൽ വെള്ളം കാണുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഒയാസിസ് എന്ന് പറയുന്നത്. ഒയാസിസ് ആർ ദ പ്ലേസസ് വെർ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ഹോട്ട് ഡെസേർട്ട്. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻ ആർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ആൻഡ് അറൗണ്ട് ദീസ് വാട്ടർ ബോഡീസ്. ഇനി നമുക്ക് അടുത്ത 1-2 വൺ വേർഡ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. വാട്ട് വർ ദ മേജർ ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് മിഡീവൽ പീരീഡ് ഇൻ ഇന്ത്യ. കർണാട്ടിക് മ്യൂസിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമാണ്. 2 മ്യൂസിക് മിഡീവൽ പീരീഡിൽ ഉണ്ടായത്. ഏതൊക്കെയാണ്? കർണാട്ടിക്കും ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. ഹു വർ ദ മോസ്റ്റ് പ്രോമിനൻറ്റ് മ്യൂസീഷ്യൻസ് ഓഫ് ദ മിഡീവൽ പീരീഡ്. ആ സമയത്തെ മ്യൂസീഷ്യൻസ് സംഗീതജ്ഞർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ? ഇതാ പുരന്ദരദാസയും അമീർ ഖുസ്രുവിൻ്റെയും പേര് നമുക്ക് എഴുതാം. പുരന്ദരദാസ് കർണാട്ടിക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കുമായി ബന്ധപ്പെട്ടതാണ് അമീർ ഖുസ്രു, താൻസനും. Name the most popular music instruments during the medieval period. Medieval പീരീഡിൽ ഉണ്ടായിരുന്ന പോപ്പുലർ ഇൻസ്ട്രുമെൻ്റ് ആണ് തബലയും സിത്താറും. ഇനി അടുത്തത് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. എന്തൊക്കെയാണ്? ആർട്സ്, ഡോംസ് ആൻഡ് മിനാരറ്റ്സ് were the notable features of this style. Figures of flowers and plants were carved for decorative ബിൽഡിംഗ് ഡെക്കറേറ്റ് ചെയ്യാൻ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഫിഗേഴ്സാണ്. മോട്ടാർ റൺ സ്റ്റോൺ ആൻഡ് മാർബിൾസ് were used for construction. Spacious garden were set on the building premises.
ഇനി അടുത്തത് സ്ട്രക്ചേഴ്സും പീരീഡുമാണ്. ബൃഹദേശ്വര ടെമ്പിൾ ആരുടെ കാലത്താണ് ഉണ്ടായത്? ചോള പീരീഡിലാണ്. കുത്തബ് മിനാർ സൽത്തനറ്റ് പീരീഡിലാണ്. ഹുമയൂൺ സ്റ്റോപ്പ് മുഗൾ പീരീഡിലാണ്. താജ്മഹൽ മുഗൾ പീരീഡിലാണ്. റെഡ് ഫോർട്ടും മുഗൾ പീരീഡിലാണ് ഉണ്ടായത്. ഇനി അടുത്തത് ദ ഹയസ്റ്റ് സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഓഫ് ദ സോൾ സൊസൈറ്റി ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ്. അപ്പോൾ അതായിരിക്കും ഹയസ്റ്റ് സോഷ്യൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് ഉള്ളത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആരെ പേര് എഴുതാം? നമുക്ക് കിങ് ആണല്ലേ, കിങ്ങിനാണ് ഹയസ്റ്റ് പൊസിഷനുള്ളത്. അതേപോലെ തന്നെ വർക്ക്സ് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ഹൗസസ് ആരാണ്? ഫാർമറാണ്. ഇനി അടുത്തത് ആരാണ്? ഓഫേഴ്സ് മിലിറ്ററി സർവീസസ്, അതാരാണ്? മിലിറ്ററി സർവീസസ് ആരാണ്? ലോർഡ്സ് ആണ്. ഇനി ഓഫേഴ്സ് സർവീസ് ടു ദ ലോർഡ്സ്, അതാരാണ്? ലെസർ ലോർഡ്സ് ആണ്. ലെസർ ലോർഡ്സ്. വാട്ട് വെർ ഇൻക്ലൂഡഡ് ഇൻ ദ മാനർ ഹെൽഡ് ബൈ ലോർഡ്സ്. എന്തൊക്കെയാണ് മാനേഴ്സ്? മാനർ എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? ഫീൽഡ്സ്, മിൽസ്, മെഡോസ്, മാനർ ഹൗസ്, ഹട്ട്സ് ഓഫ് ഫാമേഴ്സ്, പ്ലേസ് ഓഫ് വർഷിപ്പ്, ഇതൊക്കെ മാനർ എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഹയസ്റ്റ് സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്ട്രാറ്റ എന്ന് പറയുന്ന കിങ് ആണ്. പിന്നെ ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഫാർമറാണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വർക്ക്സും അതിൻ്റെ ഓതേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണ്. രാമായണ കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛനാണ് എഴുതിയത്. തുള്ളൽ ലിറ്ററേച്ചർ കുഞ്ചൻ നമ്പ്യാരാണ്. മൊഹിയുദ്ദീൻ മാല ഖാസി മുഹമ്മദാണ്. മൊഹിയുദ്ദീൻ മാല ഖാസി മുഹമ്മദ്. പുത്തൻപാന അർണോസ് പാതിരിയാണ്. ഇനി നമുക്ക് കൺട്രിയെയും കുറച്ച് സ്വരൂപത്തെയും പരിചയപ്പെടാം. കൊച്ചി അറിയപ്പെടുന്ന പെരുമ്പടപ്പ് സ്വരൂപമാണ്. ചിറക്കൽ കോല സ്വരൂപം, വേണാട് പൂർ സ്വരൂപം, കോഴിക്കോട് അറിയപ്പെടുന്ന നെടിയിരുപ്പ് സ്വരൂപം എന്നാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം